നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം ഇന്നും ആരാധകർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. അപ്രതീക്ഷിതമായിരുന്നു ആ മരണം. അപകടത്തിൽ ബാലഭാസ്കറിന്റെ മകളും മരണപ്പെട്ടിരുന്നു. 2018 സംഭവം നടന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം സംഭവബഹുലമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. ബാലഭാസ്കറിന്റേത് അപകട മരണമല്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നത് അടക്കമുള്ള ആരോപണങ്ങൾ തുടക്കം മുതൽ ശക്തമായിരുന്നു. അപകടത്തിന് തൊട്ടുമുൻപ് ബാലഭാസ്കറിന്റെ കാർ ആക്രമിക്കുന്നത് കണ്ടുവെന്ന കലാഭവൻ സോബിയുടെ മൊഴിയും ദുരൂഹതകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ ബാലഭാസ്കറിന്റെ മരണം ഒരിക്കൽ കൂടെ ചർച്ചാ വിഷയമാകുകയാണ്. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനെ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ചയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ബാലഭാസ്കറിന്റെ സഹോദരി പ്രിയ വേണുഗോപാലും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രിയയുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ച കേസ് വാർത്തയിൽ 10-13 പേരുകളുണ്ട്. അതിനിടയിൽ പരിചയമുള്ള പേരൊരെണ്ണം കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിലും സാധാരണക്കാർ എത്ര പേരാണ് വാർത്തകൾ മുഴുവനായി വായിക്കുന്നത്? 2019 സ്വർണ്ണ കള്ളക്കടത്ത് കേസ് പുറത്തു വരുമ്പോൾ ബാലുചേട്ടന്റെ കേസിൽ നട്ടം തിരിഞ്ഞു നിന്ന ഞങ്ങൾക്ക് മുന്നിൽ അവിശ്വസനീയമാം വിധം നടന്ന ട്വിസ്റ്റുകൾ പോലെ ഇക്കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ച കേസിൽ പിടിയിലായ 13 പേരിൽ ഒരു പരിചിത മുഖവും പേരും. തൃശൂർ കുറിയടത്തുമനയിൽ അർജുൻ, പാവം നമ്പൂതിരി പയ്യൻ. അവൻ അങ്ങനെ സ്വയം ആക്സിഡന്റ് ഉണ്ടാക്കി സ്വന്തം ജീവൻ റിസ്ക് ചെയ്യുമോ? അവന് ഒരല്പം ഓർമ്മക്കുറവിന്റെ പ്രശ്നമുണ്ട്. പഴയ കേസുകളൊന്നും അത്ര പ്രശ്നമല്ല. ATM കവർച്ചയും വീട് ആക്രമിച്ച കേസുമൊക്കെ ഉള്ളതാ. പക്ഷെ അവനൊരു നിഷ്കളങ്കനാ കേട്ടോ. ഈ വിശേഷങ്ങളൊക്കെ ബാലുചേട്ടന്റെ അന്നത്തെ യാത്രയിൽ ഡ്രൈവറായി കൂടെ കൂടിയ അർജുന് അന്നത്തെ ക്രൈംബ്രാഞ്ച് DYSP ഹരികൃഷ്ണൻ സ്നേഹവാത്സല്യങ്ങളോടെ നൽകിയതാണ്. ആ മനുഷ്യൻ മരിച്ചിട്ട് വർഷം 2 കഴിഞ്ഞിട്ടും ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊന്നും ഉറപ്പില്ല. ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, പിന്നെ വന്ന CBI ഒക്കെ അവസാനം നിവർത്തികെട്ട് അവൻ തന്നെയാണ് വണ്ടി ഓടിച്ചത് എന്ന് തെളിയിച്ചു വച്ചെങ്കിലും എന്തിന് അർജുൻ മൊഴി മാറ്റി? ബാലുചേട്ടനാണ് വണ്ടി ഓടിച്ചത് എന്നെന്തിന് കള്ളം പറഞ്ഞു? വിഷ്ണുവിന്റെ കൂട്ടാളിയായിരുന്ന ആളെ ബാലഭാസ്കറിന്റെ ഡ്രൈവർ എന്തിനാക്കി? പേരിനൊന്ന് അറസ്റ്റ് ചെയ്ത് ഇതാദ്യ ചോദ്യങ്ങൾ പോലും ചോദിക്കാതെ പൊന്നുപോലെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇത്രയും കാലം. ഇതേ അർജുൻ അച്ഛനെയും അമ്മയെയും 1-2 കക്ഷികളാക്കി കൊടുത്ത ഒരു കേസുണ്ട്. അയാളുടെ ആരോഗ്യവും ജീവിതവും നശിപ്പിച്ച ആക്സിഡന്റ് ആയിരുന്നതുകൊണ്ട് അമ്മയും അച്ഛനും അയാൾക്ക് 1.5 കോടി നഷ്ടപരിഹാരം കൊടുക്കണമത്രേ. ബാലഭാസ്കറിന് ബന്ധുക്കളില്ല. ബാലഭാസ്കറിന്റെ ഓർമ്മകളിൽ പോലും അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ അവകാശമില്ല എന്നൊക്കെ കഥകൾ ഉണ്ടാക്കി കുറെ പേർ അയാളെ സംരക്ഷിച്ചിരുന്നതിന്റെയും കൂടി ബലത്തിലാണ് ഇങ്ങനെയൊരു ഉമ്മാക്കി കാട്ടി ഞങ്ങളുടെ കുടുംബത്തെ പേടിപ്പിക്കാൻ ഈ സംഘം ശ്രമിച്ചത്. പേരപ്പനും പേരമ്മയും ആ കേസ് തൃശൂർ MACTയിൽ നടത്തിക്കുകയാണ്. ക്രൈംബ്രാഞ്ചും CBIയും അയാൾ കാരണമാണ് അപകടം നടന്നത് എന്നൊക്കെ കണ്ടെത്തിയിട്ടും ഈ കേസ് മുറ പോലെ മാറ്റി വെച്ച് 2025 ഒരു തീയതി വരെ എത്തിച്ചിട്ടുണ്ട് എന്ന വൈചിത്യവും ഇതിൽ കൂട്ടി വായിക്കണം. നമ്മുടെ നിയമ സംവിധാനങ്ങളെ കുറിച്ചുള്ള വിശ്വാസവും മതിപ്പുമൊക്കെ ഏറും. കൃത്യമായ തുടരന്വേഷണത്തിന് വിധിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി വന്ന് 3 മാസം നൽകി. CBI അഭ്യർത്ഥന പ്രകാരം വീണ്ടും 3 മാസം സമയം നൽകി പിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 മാസം. പ്രസവകാലം CBIക്ക് എത്രയാണോ ആവോ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.